മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകുകയാണ്. AICC ആസ്ഥാനത്താണ് പൊതുദർശനം നടക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, വിവിധ മേഖലകളിലെ പ്രമുഖർ, സാധാരണക്കാർ, സിഖ് വംശജർ, അങ്ങനെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി AICC ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇന്ന് 11:45 സംസ്കാരം നടക്കുക. നിഗംബോധ് ഘട്ടിലാണ് സംസ്കാരം. പ്രത്യേകമായി സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരൻ അവിടെ നിന്നും ചേരുന്നു. അർജുൻ, ഏറ്റവും പുതിയ വിവരങ്ങളിൽ എന്തൊക്കെയാണ് പുറത്ത്? വലിയ നീണ്ട നിര തന്നെ ഉണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവർക്കുമുള്ള അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് സൈന്യവും സർവ്വസജ്ജീകരണങ്ങളുമായി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മോദി ഔദ്യോഗിക പൊതുദർശനം AICC ആസ്ഥാനത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ പുറത്ത് ഗ്രൗണ്ടിൽ ആദ്യം സംഘടിപ്പിക്കാനായിരുന്നു ശ്രമമെങ്കിലും ഇന്നലെയും ഇന്നുമായിട്ട് ഡൽഹിയിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താ സമ്മേളനങ്ങളെല്ലാം തന്നെ വിളിച്ചു ചേർക്കുന്ന ഒരു ഹോളുണ്ട്. വാർത്താ സമ്മേളനം ഈ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും എല്ലാം വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു ഹോളുണ്ട്. ആ ഹോളിനകത്താണ് നിലവിൽ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. തൊട്ടു മുൻപ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അടക്കം എത്തി അദ്ദേഹത്തെ എങ്ങനെ ഓർക്കുന്നു, അവരെല്ലാം തന്നെ മൻമോഹൻ സിംഗിനെ എങ്ങനെ ഓർക്കുന്നു എന്നുള്ള കാര്യം പറയുകയായിരുന്നു, അനുസ്മരിക്കുകയായിരുന്നു. എൻ്റെ പുറകിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം എത്ര വലിയ തിരക്കാണുള്ളത് എന്നുള്ളത്. ഇവരെല്ലാവരും തന്നെ ഒരു ക്യൂ പാലിച്ച് മൻമോഹൻ സിംഗിനെ കാണാൻ വേണ്ടി, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വരി കാത്തു നിൽക്കുന്നതാണ്, തൻ്റെ ഊഴം കാത്തു നിൽക്കുന്നവരാണ്. ആ ഹാളിനകത്ത് ഇപ്പോഴും പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ സുരക്ഷയുണ്ട്. പക്ഷേ ആ സുരക്ഷയ്ക്കിടയിലൂടെ സൈന്യം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആളുകളെ, അത് കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർക്കുപരി ഏതൊരു സാധാരണക്കാരനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ വലിയ തിരക്ക് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്തും വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടും വലിയ മുദ്രാവാക്യങ്ങളുണ്ട്. 1 മണിക്കൂർ നേരത്തേക്കാണ് ഇവിടെ പൊതുദർശനം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യം 8:30 ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഭൗതിക ശരീരം വസതിയിൽ നിന്നും ഇറക്കാൻ വൈകിയിരുന്നു ഏകദേശം 3/4 മണിക്കൂറോളം സമയം. എന്തായാലും ഇനി 10 മണിക്ക് ശേഷം വരെ ഇവിടെ പൊതുദർശനം തുടരും. പൊതുദർശനം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും നിഗംബോധ് ഘാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആ കോൺവോയ്, ആ വാഹനവ്യൂഹം കടന്നു പോവുക. അതിനു മുൻപ് പരമാവധി ആളുകൾക്ക്, അദ്ദേഹം വളരെ ജനപ്രീതിയുള്ള ഒരു നേതാവായിരുന്നു, ഒരു പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രി ഒരുപാട് പദവികൾ വഹിച്ചിട്ടുള്ളൊരു മഹത് വ്യക്തിത്വം നമ്മുടെ രാജ്യത്തെ ഇന്ന് കണ്ട രീതിയിലേക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ 2047 ഇന്ത്യയെ ഏറ്റവും മികച്ച GDP അടക്കം ഏറ്റവും മികച്ച 3ാമത്തെ രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ളൊരു കാര്യമാണ് നരേന്ദ്രമോദി എടുത്തിട്ടുള്ള പ്രതിജ്ഞയെങ്കിൽ അതിന് അടിത്തറ പാകിയ വ്യക്തിയാണ് നമ്മുടെ മൻമോഹൻ സിംഗ്. കോൺഗ്രസിന്റെ UPA പ്രധാനമന്ത്രിയായിരുന്നു. തീർച്ചയായും നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. വിവിധ പദ്ധതികൾ, ജനപ്രിയമായ നിരവധി പദ്ധതികൾ, സാമ്പത്തിക ഉന്നമനത്തിലേക്ക് രാജ്യം എത്തുന്നതിന്റെ ഭാഗം, അതിന്റെ അടിത്തറ പാകിയ മനുഷ്യൻ എന്ന് വേണം പറയാൻ. അദ്ദേഹം 1957 വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി പഞ്ചാബ് സർവകലാശാലയിൽ അധ്യാപകനായത്. പിന്നീട് 1966 അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓഫ് ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. പിന്നീട് അങ്ങോട്ട് വിവിധ പദവികൾ അലങ്കരിച്ചു. റിസർവ് ബാങ്ക് ഗവർണറായും UGC ചെയർമാനായും അടക്കം നിരവധി പദവികൾ. രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോഴാണ് 10 വർഷം പ്രധാനമന്ത്രിയായി, 5 വർഷം ധനമന്ത്രിയായി, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മാറ്റങ്ങൾ വഹിക്കാവുന്ന നിർണായക തീരുമാനങ്ങൾ എടുത്ത അദ്ദേഹം ഒരു ഓർമ്മയായി മാറുകയാണ്. രാജ്യം വിട നൽകുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്.